ധനരാജ് രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ആരോപണത്തിൽ പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനെതിരെ തുറന്നടിച്ച സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പിരിച്ചെടുത്ത 90 ലക്ഷം രൂപ ആവിയായി പോയെന്നും രക്തസാക്ഷി ഫണ്ടിൽ പയ്യന്നൂർ എംഎൽഎ കൈയിട്ട് വാരിയെന്നും കുഞ്ഞികൃഷ്ണൻ തുറന്നടിച്ചു. കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ എതിരാളികളുടെ കോടാലിക്കൈയായി മാറിയെന്ന് സിപിഐഎം. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ടി.ഐ. മധുസൂദനനും ചില നേതാക്കളും ക്രമക്കേട് നടത്തിയെന്ന ആരോപണമാണ് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ആവർത്തിക്കുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് 1 കോടി രൂപയാണ് പിരിച്ചത്. അതിൽ 46 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ടിനായുള്ള രസീത് ടി.ഐ. മധുസൂദനൻ വ്യാജമായി നിർമ്മിച്ചതായും സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച 70 ലക്ഷം രൂപ കാണാനില്ലെന്നും കുഞ്ഞികൃഷ്ണൻ തുറന്നടിച്ചു. ഇതിലൂടെ പാർട്ടിക്ക് 90 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ആരോപണം. ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 90 ലക്ഷത്തിലേറെ രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഉപയോഗിച്ച റെസീറ്റ് ഓഡിറ്റിന് ഹാജരാക്കുന്നില്ല. പകരം ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് പ്രിൻ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് റെസീറ്റ് മുറിച്ച് അതാണ് ഓഡിറ്റിന് ഹാജരാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ. ധനരാജ് ഫണ്ടിൽ വരവ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയില്ല. ചെലവിലാണെങ്കിൽ കൂടുതൽ തുക ഉൾപ്പെടുത്തി. ഇക്കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അന്വേഷണ കമ്മീഷൻ ആരോപണ വിധേയരെ സംരക്ഷിച്ചുവെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. പയ്യന്നൂരിലെ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 നയാ പൈസ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ. വ്യക്തിപരമായി ഒരാളും 1 പൈസ അപഹരിച്ചിട്ടില്ല. ഈ 2 കാര്യവും പറഞ്ഞു കമ്മീഷൻ. അപ്പോൾ അത് കണ്ടെത്തലായി ഞാൻ അംഗീകരിക്കുന്നില്ല. 2020 പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയതെന്നും വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ രക്തസാക്ഷി ഫണ്ടിലടക്കം ക്രമക്കേട് നടന്നുവെന്ന വെളിപ്പെടുത്തൽ സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ.